കൺസ്ട്രക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ വീട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട് എത്ര റേറ്റിന് ചെയ്യാം, ഇത്ര റേറ്റിന് ചെയ്യാം. ഒരു കോൺട്രാക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ പറയും. ഒരു വീടിന്റെ ബേസിക് ആയിട്ട് തുടങ്ങുമ്പോൾ വരുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഞാൻ ജസ്റ്റ് ആദ്യമേ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകും. ഇപ്പോൾ എർത്ത് വർക്ക് വരും, ഡ്രൈ റബർ മേസൺറി വരും, ഫൗണ്ടേഷൻ വർക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. സൂപ്പർ സ്ട്രക്ചറിൽ ബ്രിക്ക് വർക്ക് വരും, റീൻഫോഴ്സ്മെന്റ് വർക്ക്, അതായത് പ്ലിന്ത് ബീമിന്റെ വർക്കുകൾ, റീൻഫോഴ്സ്മെന്റ് വർക്കുകൾ, സൺഷെയ്ഡ്, സ്റ്റെയർ കേസ്, റൂഫ് സ്ലാബ്, പിന്നെ കിച്ചണിന്റെ ബാക്കി ഇന്റീരിയർ വർക്ക്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, ബാത്റൂം ടൈൽസ്, പിന്നെ അതുപോലെ ഫ്ലോറിങ്ങിന്റെ ഗ്രാനൈറ്റ് വർക്ക്, സ്റ്റെയർ വർക്ക്സ്, അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് നമുക്ക് വരാം. രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കുകയാണെങ്കിൽ സബ് സ്ട്രക്ചർ അതുപോലെ സൂപ്പർ സ്ട്രക്ചർ. സബ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷന്റെ അടിക്ക് വരുന്നത്, ബേസ്മെന്റിന്റെ അടിക്ക് വരുന്ന ലെവലുകൾ. ഒരു ഹൈറൈസ് ബിൽഡിംഗിൽ പറയുന്ന പോലല്ല, ചെറിയ റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സബ് സ്ട്രക്ചർ ഫൗണ്ടേഷൻ ആണ് ഒരു 20% നമ്മുടെ വീടിന്റെ ടോട്ടൽ കോസ്റ്റിന് ചെലവ് വരാം. സൂപ്പർ സ്ട്രക്ചറിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. നമുക്കൊരു ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷൻ വർക്കിൽ വരുന്നത് ഫസ്റ്റ് തന്നെ എർത്ത് വർക്കാണ് വരുന്നത്. ബേസിക്കലി എർത്ത് വർക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 60 സെന്റിമീറ്റർ ബൈ 75 സെന്റിമീറ്റർ മാക്സിമത്തിലാണ് ഒരുവിധ എല്ലാ കോൺട്രാക്ടേഴ്സും നമുക്ക് കൊട്ടേഷൻ തരാം. പിന്നെ അതുപോലെ ഡ്രൈ റബർ മേസൺറി എന്ന് പറയുമ്പോൾ ഡ്രൈ റബർ മേസൺറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാതക ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിന്റെ ലെവൽ, അവിടുത്തെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവലിന്റെ താഴേക്കുള്ള ലെവലിലാണ് പാതക ലെവൽ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ വെച്ച് സെറ്റ് ചെയ്യുന്നത് മെയിൻ റോഡ് അല്ലെങ്കിൽ നമ്മുടെ അവിടേക്ക് വരുന്ന ആ ഒരു കട്ട് റോഡ് എന്നുള്ള ലെവലിൽ നിന്നാണ് നമ്മൾ പാതകം സെറ്റ് ചെയ്യുക. ആ പാതകം എന്ന് പറയുന്നതാണ് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, നമ്മൾ ചെയ്യണ ബിൽഡിങ്ങിന്റെ ഒരു ഗ്രൗണ്ട് ലെവലായിട്ട് എടുക്കുക. അപ്പൊ ആ ലെവലിന് താഴേക്കുള്ളതാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് പറയണത്. അപ്പൊ അതിൽ നമ്മൾ ഡ്രൈ റബർ മേസൺറി ആണ് ചെയ്യുക. DR എന്ന് പറയും. റബർ മേസൺറി മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ കരിങ്കല്ല് വെച്ച് കെട്ടി നല്ല പാക്ക് ചെയ്തിട്ടാണ് കെട്ടുക. അതിൽ നമ്മൾ സിമെന്റ് ഉപയോഗിക്കില്ല, സിമെന്റ് അല്ലെങ്കിൽ മണൽ ഉപയോഗിക്കില്ല. അതാണ് ഡ്രൈ റബർ മേസൺറി. പിന്നെ നമുക്ക് ഈ പാതക ലെവലിന്റെ മേലേക്കുള്ളതിനെ നമ്മൾ ടെക്നിക്കലി പറയാ ബേസ്മെന്റ് എന്നാണ് പറയുക. അപ്പൊ ഈ ബേസ്മെന്റ് നമ്മൾ റാൻഡം റബിളിലാണ് ചെയ്യുക. റാൻഡം റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് മസാല, അതായത് മോട്ടർ ഉപയോഗിക്കാണ്ട് ചെയ്യുന്നതാണ് റാൻഡം റബിൾ മേസൺറി വരാം. ഇപ്പൊ ഒരു കോൺട്രാക്ടർ റേറ്റ് പറയാം. ഇപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്തിട്ട് എർത്ത് വർക്കിന് റേറ്റ് പറയാം 2 feet വിഡ്ത്തും അതുപോലെ ഡെപ്ത് വരുന്നത് ഒരു 75 സെന്റിമീറ്റർ ഒക്കെയാണ് മാക്സിമം അവർ ചെയ്യുക. അതിന് മേലേക്ക് ഡെപ്ത് പോണെങ്കിൽ ഇപ്പോൾ ഹാർഡ് സ്ട്രാറ്റ് കിട്ടണം എന്നാണ് പറയാ. സെമി ഹാർഡ് സ്ട്രാറ്റ് കിട്ടിയാലും നമ്മൾ അത് നിർത്തും. ലാറ്ററൈറ്റ് സോയിൽ ആണെങ്കിൽ നമുക്ക് 2 feet ഡെപ്ത് മതി. 75 സെന്റിമീറ്ററിന് കൂടുതൽ ഡെപ്ത് ചെയ്യുകയാണെങ്കിൽ അത് ക്ലയന്റ് സ്കോപ്പിലാണ് വരാം. അതിന്റെ ഒരു റേറ്റ് വെച്ച് അത് കോൺട്രാക്ടർക്ക് കൊടുക്കാണ് മെയിൻ ചെയ്യുക. റാൻഡം റബർ മേസൺറി ചെയ്യുന്നത് ഫൗണ്ടേഷന് മേലേക്ക് അത് 45 by 45, അതായത് 1.5 അടി by 1.5 അടിയാണ് വരാം. ഇത് നമുക്ക് ഓൾമോസ്റ്റ് 1:8, അതായത് 1 ബാഗ് സിമെന്റിന് 16 കൊട്ട മണലാണ് ഉപയോഗിക്കുക. ബ്രിക്ക് മേസൺറിയിൽ നമ്മൾ ചെയ്യുന്നത് 1:6 നമ്മൾ സിമെന്റ് റേഷ്യോ ചെയ്യുന്നത്. ഒരു ബാഗ് സിമെന്റിന് 12 കൊട്ട സാൻഡ്, സാൻഡ് വരുന്നത്. വാൾ തിക്നെസ് വരുന്നത് 20 സെന്റിമീറ്റർ. പിന്നെ അതുപോലെ പാർട്ടീഷൻ വാള്, ചെറിയ പാർട്ടീഷൻ വാൾസ് ഒക്കെ നമ്മൾ 10 സെന്റിമീറ്റർ ചെയ്യും. അത് ഇൻക്ലൂഡിങ് പ്ലാസ്റ്ററിങ് വരുമ്പോൾ ഓൾമോസ്റ്റ് 12 സെന്റിമീറ്റർ, മറ്റേത് ഇൻക്ലൂഡിങ് പ്ലാസ്റ്ററിങ് ഒരു 23 സെന്റിമീറ്റർ ആയോളം വരും. അല്ലേ ഫൗണ്ടേഷനിൽ വരുന്നത് നമുക്ക് ഫൗണ്ടേഷൻ നമ്മൾ എല്ലാവരും ബെൽറ്റ് ചെയ്യും. പ്ലിന്ത് ബീം എന്ന് പറയും, നമ്മൾ പ്ലിന്ത് ബെൽറ്റ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതില് വരുന്നത് സൈസ് വരുന്നത് ഇപ്പൊ നമ്മൾ ചെയ്ത ബേസ്മെന്റിന് ചെയ്ത സെയിം വിഡ്ത്ത് 45 സെന്റിമീറ്റർ പ്ലിന്ത് ബീം വരും. RCC ആണ് വരാം. അപ്പോൾ അതില് 10 സെന്റിമീറ്റർ ഡെപ്തിലാണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ സ്റ്റീലും കൂടി ചെയ്യും, അതായത് RCC ആണ് നമ്മൾ ചെയ്യുന്നത്. 6 ബാർസ് വരും, 8 mm 6 ബാർ. ബൈൻഡർ വരുന്നത് സ്റ്റിറപ്പ് വരുന്നത് 8 mm തന്നെ 18 സെന്റിമീറ്റർ. പിന്നെ അത് ഓൾറെഡി M20 മിക്സ് ആണ് ചെയ്യുന്നത്. M20 എന്ന് പറയുമ്പോൾ 1:1.5:3 നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതായത് 1 ബാഗ് സിമെന്റിന് 3 കൊട്ട മണല് സാൻഡ്, അതുപോലെ തന്നെ 6 കൊട്ട അഗ്രിഗേറ്റ് മെറ്റൽ നമ്മൾ ഉപയോഗിക്കും. ഞാനിപ്പോൾ RCCയുടെ മാത്രം സ്പെസിഫിക്കേഷൻ പറഞ്ഞു പോവാം. ലിൻഡൽ വരുന്ന സ്പെസിഫിക്കേഷൻ, ലിൻഡൽ വരുന്നത് RCC സ്ട്രക്ചർ തന്നെ ഈ സെയിം മിക്സ് ആണ് നമ്മൾ ചെയ്യും. 15 സെന്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 20 സെന്റിമീറ്റർ ആണ് നമുക്ക് വിഡ്ത്ത് വരുന്നത്. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി നമ്മുടെ ബ്രിക്ക് വർക്കിന് എത്രയാണോ വിഡ്ത്ത് ആ സെയിം വിഡ്ത്ത് തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. M20 മിക്സ് ആണ് വരുന്നത്. 1:1.5:3 ചെയ്യണത്. സ്റ്റീല് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 നമ്പേഴ്സ് 8 mm വരും. സ്റ്റിറപ്പ് വരുന്നത് 8 mm തന്നെ 70 സെന്റിമീറ്റർ സ്പേസിംഗിലാണ് സെന്റർ ടു സെന്റർ ചെയ്യണത്. പിന്നെ സൺഷെയ്ഡ് കോമൺ ആയിട്ട് നമ്മൾ ത്രൂ ഔട്ട് കൊടുക്കും. ഇപ്പോഴത്തെ ഒരു വീടുകൾക്ക് അത് ത്രൂ ഔട്ട് കൊടുക്കുന്നത് കുറവാണ്. ഓപ്പണിങ്ങിൽ, അത് വിൻഡോ ഓപ്പണിങ്ങിൽ മാത്രമാണ് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ്
6 months ഒരു റെയിനി സീസൺ ആയതുകൊണ്ട് ഈർപ്പം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. 6 months റെയിൻ ആയതുകൊണ്ട് ഈർപ്പം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് സൺഷെയ്ഡ് ചെയ്യണ ഡിസൈൻസ് 3D എലിവേഷൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഡിസൈൻസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രൊജക്ഷൻ വരുന്നത് 60 cm, സൈസ് വരുന്നത് ഹൈറ്റ് വരുന്നത് 2 inch to 3 inch ചെയ്യും. സ്റ്റീൽ വരുന്നത് 8 mm സ്റ്റീൽ വരും. പിന്നെ അതുപോലെ ബൈൻഡറും 8 mm വരും. പിന്നെ സ്റ്റെയർ കേസസ് ചെയ്യണത് സ്റ്റെയർ കേസിനും ഈ M20 മിക്സ് എന്നാണ് ചെയ്യുക. സ്റ്റാൻഡേർഡാണ് ഞാൻ പറയണത് M20 മിക്സ് ആയതിനും താഴേക്ക് M15 ചെയ്യണവരുണ്ട്. പക്ഷെ M15 ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോൾ ഒരുവിധം എല്ലാവരും M20 തന്നെയാണ് ചെയ്യണത്. പിന്നെ അതിൽ വരുന്നത് സ്റ്റെയർ കേസ് വരുന്നത്, അടുത്ത സ്റ്റെയർ കേസ് 1:1.5:3 ആണ് ചെയ്യുന്നത്. 1:1.5:3 സെയിം M20 മിക്സ്. അതിൽ സ്റ്റീൽ വരുന്നത് മെയിൻ ബാർ വരുന്നത് 10 mm 12 cm സെൻറ്റർ സ്പേസിംഗിലാണ് വരുന്നത്. 8 mm ബൈൻഡർ. ഫ്ലാറ്റ് റൂഫ് നമുക്ക് വരുന്നത് ഈ പറഞ്ഞ സെയിം മിക്സ് തന്നെ, പക്ഷെ അതിൽ സ്റ്റീലിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തിക്നെസ് വരുന്നത് 10 cm തിക്നെസ്സും, സ്റ്റീൽ വരുന്നത് 8 mm 50 cm സ്പേസിങ്ങിലും, മെയിൻ ബാർ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ വരുന്നത് 8 mm തന്നെ 17 cm സ്പേസിങ്ങിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂഷ്വലി ചെയ്യണ പോലെ കിച്ചൺ സ്ലാബ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. കിച്ചൺ സ്ലാബ് ഉണ്ടാവും, അതുപോലെ ലഗേജ് സ്ലാബ്, റാക്ക്, ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു ആവശ്യമുള്ള എവിടേക്കാണ് ആവശ്യമുള്ളത് അവിടെ കോൺട്രാക്ടർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ കോളം വരുന്നത്, കോളത്തിന് M20 മിക്സ് തന്നെ 1:1.5:3 തന്നെ വരാം. 20 cm ലെങ്ത്, ബ്രെഡ്ത്ത് 20 cm. അതിൽ മെയിൻ ബാർ നമ്മൾ 16 cm, ചിറപ്പ് വരുന്നത് 15 cm സ്പേസിങ്ങിൽ 8 mm ബാറാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ഓൾമോസ്റ്റ് നമുക്കൊരു 1600 ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും താഴേക്ക് ചെയ്യാം. സ്പെസിഫിക്കേഷൻ കുറയ്ക്കും തോറും മീൻസ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സ്പെസിഫിക്കേഷൻ കുറച്ചാൽ മതി. ബാക്കി റാൻഡറബിൾ അതിൻ്റെയൊക്കെ ഡെപ്ത് കോൺസ്റ്റന്റ് ആയിട്ട് 2 feet ചെയ്യുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ 2 feet മേലേക്കാണ് 75 cm അലവൻസ് ചെയ്ത് നിന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കുറയും. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കോൺട്രാക്ടർ പറയും ഇന്ന 2 feet ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഇത് കുറയ്ക്കും. 1300 1600 എന്നൊക്കെ പറയുന്നത് അങ്ങനെ മാറി വരും പ്ലാസ്റ്ററിങ്. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോൾ ഒരു കോൺട്രാക്ടറിനെ നമ്മൾ കാണുമ്പോൾ സ്പെസിഫിക്കേഷൻ അവരെ കോട്ടേഷൻ വാങ്ങുമ്പോൾ കറക്റ്റ് സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാണ് സ്പെസിഫിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യാമെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് ചെയ്യണം നല്ലതാണ്. അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിലും ഭാവിയിൽ നമുക്ക് തർക്കത്തിലേക്ക് വഴിവെക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. പ്ലാസ്റ്ററിങ് വരുമ്പോൾ വാൾസ്, ഇപ്പോൾ വാൾസിൽ ചെയ്യുക 12 mm തിക്നെസ്സിലാണ് നമ്മൾ ഇന്റീരിയറും അതുപോലെ എക്സ്റ്റേണൽ വാൾസും ചെയ്യുക. അതിന് 1:5, അതായത് 1 ബാഗ് സിമെന്റിന്, ഒരു ബാഗ് സിമെന്റിൽ ഓൾമോസ്റ്റ് 2 കൊട്ട മണലുണ്ടാവും. മണലിന്റെ ക്വാണ്ടിറ്റിയിലുള്ള സിമെന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ 1 ബാഗ് സിമെന്റിൽ 10 കൊട്ട സീലിംഗ് വരെ നമ്മൾ പ്ലാസ്റ്ററിങ് 9 mm തിക്നെസ്സിലാണ് ചെയ്യുക. അത് ഒരു ആവറേജ്, ഇപ്പോൾ ചെറുതായിട്ട് കൂടും ചെറുതായിട്ട് കുറയും. സ്ലാബ് നമ്മൾ ആദ്യം തന്നെ ഷട്ടർ ചെയ്യുമ്പോൾ ലെവൽ ചെയ്ത് പക്കയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. 1:3, അതായത് 1 ബാഗ് സിമെന്റിന് 6 കൊട്ട പീസാണ്. ടോപ്പ് സ്ലാബ് അത് 12 mm, അതായത് നമ്മൾ പരിക്കനെടുത്ത് മുകളിൽ റൂഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യണതാണ്. അതിന് 12 mm തിക്നെസ്സിൽ അത് 1:6 അതിന്റെ. പിന്നെ അടുത്തത് വരുന്നത് ഫ്ലോറിങ് കോൺക്രീറ്റ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് ചെയ്യണം, അതായിരിക്കും നല്ലത്. 148 ആണ് വരുന്നത്. M15 മിക്സ് യൂസിങ് 20 mm അഗ്രിഗേറ്റ് വെച്ചാണ് ചെയ്യണത്. 3 to 4 inch ചെയ്യും. പിന്നെ ഫ്ലോറിംഗ് ടൈൽസ് 60x60 2 feet by 2 feet ടൈൽസ് സ്ക്വയർ ഫീറ്റിന് ഒരു 50 രൂപ റേഞ്ചിലുള്ള ടൈൽസ് ആണ് കോൺട്രാക്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓരോ കോൺട്രാക്ടേഴ്സും അത് എഗ്രിമെന്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് ടൈല് ചെയ്യാം. ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അങ്ങനത്തെയൊക്കെയാണ് ചെയ്യാം. ബാത്റൂം 40 rupees സ്ക്വയർ ഫീറ്റിനുള്ള ടൈൽസ്, പിന്നെ വാൾ ടൈൽസ് അതുപോലെ തന്നെ 40 സ്ക്വയർ അങ്ങനെ ചെയ്തു പോകും. ഹാൻഡ് റെയിലൊക്കെ സ്റ്റാൻഡേർഡ് 304 ഗ്രേഡിലുള്ള സ്റ്റീൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്ലംബിംഗ് വർക്ക് ഇപ്പോൾ ഒരു കോൺട്രാക്ടർ റേറ്റ് തരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ആവശ്യം, ഒരു ബേസിക്കലി ഒരു കോൺട്രാക്ടർക്ക് കുറച്ച് പോയിന്റുകൾ, അത് സ്വിച്ച്, ലൈറ്റ്, പിന്നെ അതുപോലെ പ്ലഗ്, കോൺട്രാക്ടർക്ക് മെയിൻ ആയിട്ടൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും എവിടേക്കാണ് ഉണ്ടാവാന്ന്. അതിനും കൂടുതൽ വിട്ട് നമുക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യമേ പറഞ്ഞ എഗ്രിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് കയറി പോവും. പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്ക് ഇതിന് കോൺട്രാക്ടർ ഒരു സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളതിൽ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ പറയണം ആദ്യം തന്നെ.
പിന്നെ പെയിന്റിങ് വർക്കിലായാലും പെയിന്റിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞ 2 കോട്ട് എല്ലാം വരും. പ്രൈമർ 1 കോട്ട്, അതുപോലെ 2 കോട്ട് എമൽഷൻ ആണ് വരാം. പിന്നെ പുട്ടി ഇൻസൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഔട്ട് സൈഡ് ചിലപ്പോൾ ഫ്രണ്ട് സൈഡ് പിന്നെ ഡോർസ് വിൻഡോസ് ഒക്കെ ഇനാമൽ പെയിന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എത്രയുള്ളൂ. അതായത് ഒരു കോൺട്രാക്ടറിനെ ഫൈനൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അതുപോലെ ഒരു റേറ്റ് നമ്മൾ ഫൈനൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ വീടിന്റെ ഒരു കപ്പാസിറ്റി, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീട് ലക്ഷറി ആണോ, അതോ ഒരു മീഡിയം ആണോ, അതൊരു ലോ ബഡ്ജറ്റ് ആണോ ഉദ്ദേശിക്കണേന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം വേണം നമ്മളൊരു കോൺട്രാക്ടറിനെ സമീപിക്കാനായിട്ട്. അതിനു മുമ്പ് നമ്മൾ സ്ക്വയർ ഫീറ്റ്, എത്ര ഏരിയ സ്ക്വയർ ഫീറ്റ് വേണം, അതുപോലെ എലിവേഷന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് തീരുമാനിച്ച് വെക്കുക. അത് കഴിഞ്ഞ് കോൺട്രാക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 കോൺട്രാക്ടറിൻ്റെ എന്തെങ്കിലും കൊട്ടേഷൻ വാങ്ങാം. അവരെ ഒന്ന് കമ്പയർ ചെയ്യുക, അവരെ റേറ്റ് കമ്പയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി, അതുപോലെ അവരെ സ്പെസിഫിക്കേഷൻ, ഇതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി അതിൽ നിന്ന് ഒരു നല്ല കോൺട്രാക്ടറിനെ തീരുമാനിക്കുക. റേറ്റ് വൈസ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 1300 രൂപ തൊട്ട് 1300, 400, 500, അതുപോലെ ഒരു 2200 രൂപ വരെ ഒരു സെമി ലക്ഷറി വീട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ, അതായത് നമ്മൾ ഹൈ റേറ്റ് കൊടുത്താലും ഔട്ട്കം കിട്ടണമെന്നില്ല നമുക്ക്. അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കിയിട്ട് ഫുൾ ഔട്ട്കം കിട്ടുന്ന രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കോൺട്രാക്ടറിനെ ഫൈനൽ ചെയ്യാൻ. അപ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. 1300 രൂപ അല്ലെങ്കിൽ 1200 രൂപയ്ക്ക് നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചെയ്യാൻ കൊടുത്തു. അപ്പൊ നമുക്ക് അതിൽ നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ലെവലുണ്ട്. അതായത് ഇത്തിരി ലോ ബഡ്ജറ്റ് ആണ്, മിനിമം സ്പെസിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. വയർ ആയ ISI മാർക്കുള്ള വയറായിരിക്കും. മൊത്തത്തിലെ ആ ഫിനിഷിങ്, പെയിന്റിങ് ഫിനിഷിങ്, പുട്ടി വർക്കൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഒരു 1300 കിടക്കുകയാണെങ്കിൽ, മീൻസ് 1350 ആ ഒരു റേഞ്ചിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഒരു പുട്ടി ഫിനിഷ് ഉള്ള ഒരു വീട് ചെയ്യണമെങ്കിൽ, പുട്ടി ഫിനിഷ്, അതുപോലെ തന്നെ ഒരു ജാഗ്വാറിന്റെ ഒക്കെ ഒരു ഫിറ്റിങ്സ്, പിന്നെ അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് വയറ്, പിന്നെ ടൈലിങ്, നല്ല ഒരു ലക്ഷറി ലുക്ക് തോന്നിക്കണ ഒരു ടൈലിങ്, ഇതൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1600 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചെയ്താലാണ് കുഴപ്പമില്ലാത്തൊരു വീട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കോൺട്രാക്ടറിന്റെ സ്പെസിഫിക്കേഷൻ, അവർ ഉപയോഗിക്കുന്ന സ്റ്റീല്, സിമെന്റ്, ടൈല്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ തന്നെ ബാക്കി എംസാൻഡിന്റെ ക്വാളിറ്റി, ഇപ്പം ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഫുൾ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ലക്ഷറി ലെവലിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളെല്ലാവരും സ്വപ്നമാണ് നല്ലൊരു ഭവനം. പിന്നെ അതിൽ തന്നെ ഇപ്പൊ ഈ ഹൗസ് കൺസ്ട്രക്ഷൻ തന്നെ കുറെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് വി ബോർഡ് വെച്ച് കൺസ്ട്രക്ഷൻ, പിന്നെ അതുപോലെ പാനലിങ്, വുഡൻ ഫ്ലോറിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് കൂടി പോകും, നമ്മുടെ ബഡ്ജറ്റ് കയറും. അപ്പൊ നമ്മുടെ ഒരു ബഡ്ജറ്റ് ആയി തന്നെ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ളത്. ഇന്നിവിടെ ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് കൺസ്ട്രക്ഷന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും.